പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് കോഴിക്കോട് നിന്നും പാലക്കാടിലേക്കാണ്. പോകുന്ന വഴിയിലുള്ള പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. എൻ്റെ നാട് പാലക്കാടാണ്, ഏട്ടൻ്റെ നാട് കോഴിക്കോടാണ്. പോകുന്ന വഴിയിലുള്ള പാലങ്ങളും പാടങ്ങളും പുഴകളും ഇതൊക്കെയാണ് കാണിക്കുന്നത് വീഡിയോയിൽ. സൈഡ് സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പുറത്തിരിക്കുന്ന ആളുകളുടെ സൗണ്ടെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് കൂടുതലായതുകൊണ്ടാവാം. ഇത് ഞാൻ വീഡിയോ സ്പീഡാക്കുന്നതല്ല, നമ്മുടെ ട്രെയിനിൻ്റെ സ്പീഡ് ഇത്തിരി കൂടിയിട്ടുണ്ട്. നമ്മൾ താനൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് അടുത്ത കാലത്തായിട്ട് ഉണ്ടാക്കിയതാണ്. കാരണം ഞാൻ മുമ്പ് ഈ വഴിയൊന്നും പോകുമ്പോൾ ഈ ബിൽഡിംഗ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. നമ്മുടെ ട്രെയിൻ ട്രാക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പാടത്തിൻ്റെ കൂടെ നമുക്ക് ഈ റെയിലിൻ്റെ വ്യൂ കൂടി കിട്ടുന്നത്. കണ്ടോ? നമ്മൾ താനൂർ കഴിഞ്ഞ് തിരൂർ എത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യുന്നാ തോന്നുന്നു. ആദ്യമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. ഇപ്പം മഴ പെയ്തതുകൊണ്ടാകാം വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ദൂരത്ത് എവിടെയോ മയില് കരയുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളങ്ങനെ തിരുനാവായി എത്തി. തിരുനാവായയിലെ ഈ വയലിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഒരു സീസൺ ആകുമ്പോൾ ഈ പാടം മുഴുവൻ താമര വിരിഞ്ഞിട്ടുണ്ടാകും. നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ. ഈ വയലിൻ്റെ നടുക്കൊരു വീട് കണ്ടതാ. അങ്ങനെ നമ്മൾ കുറ്റിപ്പുറത്തി. ഇതേതാ പാലം എന്നറിയില്ല, പക്ഷെ ആദ്യം കാണിച്ച പാലത്തെക്കാളും നീളം ഇതിലും കൂടുതലാണ്. ഇവിടെയും വെള്ളത്തിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. മഴ പെയ്തതുകൊണ്ടായിരിക്കും. നല്ല കാറ്റടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പള്ളിപ്പുറത്തി. ഇവിടെയൊക്കെ സാധാരണ മയിലിനെ കാണുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ഇപ്പം ഞാൻ കുറേ നേരമായി നോക്കുന്നു, മയിലിനെയൊന്നും കാണാനില്ല ഇവിടെ.
നമ്മൾ മാനന്നൂരെത്തി. അപ്പുറത്തെ ട്രാക്ക് കൂടി ട്രെയിന് കടന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മയിലുണ്ട്, അതാ അതിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. ആ പുഴ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ പാലക്കാട് എത്തും. ഈ വയലൊക്കെ ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയല്ലേ. നമുക്കിതൊക്കെ ഇങ്ങനെ ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് നമ്മുടെ പൂർവികർ ഇതൊക്കെ നശിപ്പിക്കാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചത് കൊണ്ടാണ്. ഒറ്റപ്പാലത്തെ ഈ വീടുകളൊക്കെ നോക്ക്, ട്രാക്കിൻ്റെ എത്ര അടുത്താണ്. നമ്മുടെ വണ്ടി നല്ല സ്പീഡ് കൂടിയിട്ടുണ്ട്. പാലക്കാട് എത്താറായി, കുറച്ച് സമയം കൂടിയുള്ളൂ, അപ്പോഴേക്കും നമ്മൾ അവിടെ എത്തും. നല്ല സ്പീഡിലാണ് പോകുന്നത്. നിങ്ങൾക്ക് തന്നെ ആ സൗണ്ട് കേട്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. നല്ല സീനറി അവിടെ, അതാണ് ഞാൻ ഇതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പാലക്കാട് എത്താനായി. അപ്പോൾ അത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഓക്കെ, ബായ്.